നമസ്കാരം. ഒരു നല്ല ശമരിയാക്കാരന്റെ ചില വാക്കുകൾ കേൾക്കാം. കത്തോലിക്ക പള്ളികൾ, കോൺവെന്റുകൾ, വീടുകൾ ഒക്കെയുമായി 1500ഓളം വർക്കുകൾ. ഇതൊക്കെ സൂപ്പർവൈസ് ചെയ്ത അനുഭവ പരിചയമുള്ള ഒരു നല്ല അൽമായക്കാരൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചില വാസ്തവങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ ഇതാണൊന്ന് പങ്കുവയ്ക്കാൻ. 30 വർഷത്തെ തന്റെ തൊഴിൽ ജീവിതത്തിൽ നിന്നും ചില മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കും. ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ, ഒരു നേരം ആഹാരം ചോദിച്ചിട്ട് തരാത്ത പള്ളിയിലെ അച്ഛന്മാർ, കുടിവെള്ളം കുടിക്കാൻ ചോദിച്ചിട്ട് കിണറ്റിലെ വെള്ളം കുടിക്കാൻ നല്ലതാണ് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞ ചില കന്യാസ്ത്രീകൾ, 60,000 രൂപയ്ക്ക് അധികം പെൻഷൻ വാങ്ങുന്ന ചില കത്തോലിക്ക കുടുംബം, അവിടെ പോലും കുടിക്കാൻ പച്ചവെള്ളം പോലും നൽകാത്ത ഒരു മാനസികാവസ്ഥ. വർഷങ്ങളോളം വിവിധ ധ്യാന കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്നപ്പോൾ, എടോ തന്റെ വീട് എവിടെയാണ്, എടോ തന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, തന്റെ പേരെന്താണ്, ഇതുപോലും ചോദിച്ചൊന്ന് പരിചയപ്പെടാൻ മനസ്സില്ലാത്ത മത പുരോഹിതന്മാർ. ഇവരിന് എന്താണ് അൽമായർ ഉപദേശിക്കുന്നതെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവും ചോദിച്ചത്. നിങ്ങൾ മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ മിടുക്ക് കാണിക്കും, പക്ഷേ പ്രവർത്തിക്കാൻ ഒരു ചെറു വിരലനക്കാൻ തയ്യാറല്ല. എന്നിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട് ഞങ്ങളുടെ പ്രവൃത്തി കാണണ്ടേ, പ്രസംഗം കേട്ടാൽ മതി എന്നൊക്കെ പ്രസംഗിച്ചാൽ എന്താണത് മാതൃക? എന്ത് മാതൃകയാണ് നൽകുന്നത്? നിങ്ങൾ മെത്രാൻ പണിക്കാരായ ചേട്ടന്മാരും വികാരി അച്ഛൻ പണിക്കാരായ ചേട്ടന്മാരും ഒക്കെ മറ്റുള്ളവർക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? പിന്നെ ക്രിസ്ത്യാനി മുസ്ലിമിലും പെന്തക്കോസ്റ്റിലും പോയെന്ന് ഒരു കുറ്റവും പറയാനില്ല. കാരണം തിരിഞ്ഞു നോക്കാൻ ആരെങ്കിലും വേണ്ടേ? പള്ളി അരമനകളിൽ ഇരിക്കുന്ന മെത്രാൻ പണിക്കാരും അച്ഛൻ പണിക്കാരും ആദ്യം അരമനകളിൽ നിന്നും ഒന്ന് താഴേക്ക് ഇറങ്ങി ഒരു ദിവസം 10 വീടുകളിലെങ്കിലും പോയിട്ട്, എടോ എന്തുണ്ട് വിശേഷം, ജോലിയുണ്ടോ, വീട്ടിൽ പണിയുണ്ടോ, വീട്ടിൽ അരി വാങ്ങുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ തീർക്കാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ, ഇതൊക്കെ അന്വേഷിച്ചു നോക്കണം. അങ്ങനെ കാണാതെ പോകുന്ന ആടുകളെ നിങ്ങൾ അന്വേഷിക്കൂ. അതിന് പകരം ഇന്നത്തെ ഒരു മത പുരോഹിതനും അച്ഛൻ പണിയും മെത്രാൻ പണിയും ഒന്നും ഒരു തൊഴിലാക്കി മാറ്റിയതല്ലാതെ വേറൊന്നും ചെയ്യുന്നില്ല. ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും സുവിശേഷവും മറന്ന് ജീവിക്കുമ്പോൾ പിന്നെ ക്രിസ്ത്യൻ പള്ളികൾ, മുസ്ലിം മോസ്കുകൾ, വിശ്വാസികൾ, പെന്തക്കോസ്ത്, ഇതൊക്കെ നിരീശ്വരവാദികൾ, ഇതൊക്കെയാകും. അതിന് ആരെയും കുറ്റമിന്റെ കാര്യമില്ല. അപ്പോൾ പള്ളിയിൽ പോലീസ് കയറും, വീടുകളിൽ പോലീസ് കയറും, വീട്ടിലുള്ളവർ ഒളിച്ചു പോകും. അങ്ങനെയൊക്കെ കുടുംബത്തിൽ അസ്ഥിരത ഉണ്ടാകും, അരക്ഷിതാവസ്ഥ ഉണ്ടാകും. ഇന്ന് ആത്മീയ കേന്ദ്രങ്ങൾ ബിസിനസ് കേന്ദ്രങ്ങളായി മാറി. പള്ളികൾ പിരിവ് നടത്തി കെട്ടിടങ്ങൾ പണിത് വാടക കച്ചവട കേന്ദ്രങ്ങളായി മാറും. ക്രിസ്ത്യാനിക്ക് ക്രിസ്തുവും സുവിശേഷവുമായി യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥ. പലയിടത്തും അങ്ങനെയാണ്. ആത്മീയതയുടെയും ദൈവാനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും ഒക്കെ ഒരു അടയാളം അത് പണം മാത്രമേ മാറിയിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒരു മത പുരോഹിതന്മാർക്കും 1% പോലും യോഗ്യത നീ നല്ലതല്ലേ എന്ന് ചോദിക്കാൻ പോലുമില്ല. ഒന്ന് പ്രസംഗിച്ച് കാണിക്കും ക്രിസ്തു എന്താണെന്നുള്ളത്. അതൊന്ന് പ്രസംഗിച്ച് ഇവരോട് കാണിച്ചു കൊടുക്കൂ. ഒരു പള്ളിക്കെട്ടുകളുടെയും ആവശ്യമില്ല നിങ്ങൾക്ക്. ഇന്ന് ഇവിടെ വേണ്ടത് മനുഷ്യത്വമുള്ള മനുഷ്യർ തിരിച്ചറിയുക എന്നാണ്. ആ മനുഷ്യത്വം കാട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ദൈവത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യരെയും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പ്രാർത്ഥനയാണ്, ഭക്തിയാണെന്നും പറഞ്ഞ് ദൈവത്തെ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും കെട്ടിടങ്ങളിൽ അങ്ങോട്ട് പോയി ഇരുന്ന് അവിടെ പോയി അന്ധവിശ്വാസം വളർത്തി, അതൊന്നുമല്ല. ക്രിസ്തു കൊണ്ട് അത് അന്ധവിശ്വാസമല്ല. പക്ഷേ ചെയ്ത് കൂട്ടുന്നതൊക്കെ വിശ്വാസികൾക്കും മനസ്സിലാകണം. ഭൗതിക സമ്പത്ത് കൊണ്ട് ആത്മാവിനെ നേടാൻ നിനക്ക് കഴിയില്ല എന്ന ക്രിസ്തുവിന്റെ വചനങ്ങൾ ഓർത്തുകൊണ്ട് ആ നല്ല ശമരിയാക്കാരൻ അവസാനിപ്പിക്കുകയാണ്. മതപുരോഹിതന്മാരെ, നിങ്ങൾ ഇനിയെങ്കിലും ഭവനങ്ങളിൽ ചെന്ന് വിശേഷങ്ങളൊന്ന് അറിയും. നമ്മുടെ സഭയിലെ, നമ്മുടെ ഇടവകയിലെ, നമ്മുടെ ഇടയന്മാരുടെ വീടുകളിൽ ചെന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സന്തോഷമായിരിക്കുന്നോ? ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സന്തോഷമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നോ? നിങ്ങൾ കയ്യിൽ നിന്നും കാശിനും കൊടുത്ത് ചിലവാക്കണ്ട. പക്ഷേ ഒന്ന് ചോദിക്കുക, അതില്ലാത്തിടത്തോളം കാലം നല്ല അൽമായൻ പുരോഹിതനും തമ്മിലുള്ള വ്യത്യാസം, ആ അന്തരം അത് വർദ്ധിച്ചു വരികയാണ്.